കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ യാത്രയുടെ 5ാമത്തെ ദിവസം നമ്മൾ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പോൾ രാവിലെ 5 മണിയെ നമ്മൾ അയോവ എന്ന് പറയുന്ന സ്റ്റേറ്റ് ക്രോസ് ചെയ്ത് പയ്യെ ഇലിനോയ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഇപ്പം 2 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. കാരണം തന്നെ ബ്ലാക്ക് ഐസിനൊന്നും പേടിയില്ലാതെ നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ച് പോവുകയാണ്. നമുക്ക് അറൗണ്ട് 800 കിലോമീറ്ററും കൂടെ ഉണ്ട് ബോർഡറിലേക്ക്, സാനിയ ബോർഡറിലേക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടൻ ഒണ്ടാറിയോയിൽ ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് യാർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ പുതിയൊരു ദിവസത്തിലെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ റെഡ് ലൈറ്റ് കണ്ടോ? നമുക്കിപ്പോൾ ചിക്കാഗോയുടെ പോർട്ട് ഓഫ് എൻട്രിയിലെ സ്കെയിലൊന്ന് കയറേണ്ട വന്നായിരുന്നു കേട്ടോ. മൊത്തം വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. സോറി, ചിക്കാഗോയിലല്ല, ഇലിനോയിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ പോർട്ട് ഓഫ് എൻട്രി. അവിടെ കടുത്ത വിന്റർ തുടങ്ങുന്നതിന് മുമ്പ് റോഡ് പണി എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് എവിടെ നോക്കിയാലും റോഡ് പണി പാതിരാത്രിയിലും എല്ലാം തകൃതിയായിട്ട് തീർക്കുന്ന തിരക്കിലല്ലായിരുന്നു. കാരണം മഞ്ഞെല്ലാം പെയ്ത് കിടക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഏങ്കോണിച്ച് കിടക്കുന്ന റോട്ടിൽ കൂടെയൊക്കെ ബ്ലാക്ക് ഹൗസും ആയിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ വെയിറ്റ് ഉള്ള വണ്ടികൾ എല്ലായിടത്തും കിടക്കും. നിങ്ങളിപ്പോൾ മുമ്പിൽ കാണുന്ന ബോർഡ് ഉണ്ടോ? തെളിഞ്ഞ് വരുന്ന ഹൈവേയുടെ മുകളിലുള്ള ബോർഡാണ്. അതിൻ്റെ അകത്ത് ഡിജിറ്റലിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണും ആ മിസ്സിങ് പേഴ്സണും അതിനോടൊപ്പം തന്നെ പോസിബിളായിട്ട് മിസ്സിങ് ആയിട്ടുള്ള വണ്ടിയും, അവരുടെ തന്നെ വണ്ടിയും വണ്ടിയുടെ ഡിസ്ക്രിപ്ഷനും എല്ലാം ഇതുപോലെ എല്ലാ ഹൈവേയുടെ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ട്രാവൽ ചെയ്യുന്ന യാത്രക്കാർക്ക് ആ ഒരു നമ്പർ പ്ലേറ്റിൽ പെട്ട അല്ലെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പെട്ട വണ്ടി എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 911 വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം ഇതുപോലെ സ്റ്റേറ്റ് വൈഡ് സാധനം സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മിസ്സിങ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണത്. അപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട US എവിടെയാണേലും ഏത് സ്റ്റേറ്റിൻ്റെ ഇതാണേലും നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ രാവിലെ സ്കൂൾ ടൈം ആയതുകൊണ്ട് സ്കൂൾ ബസ്സുകളുടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. കൂടാതെ ഓഫീസിൻ്റെയൊക്കെ ആ ഒരു റഷ് അവർ ട്രാഫിക് തുടങ്ങി. സ്റ്റേഷൻ എന്തായാലും ക്ലോസ്ഡ് ആട്ടോ. അത് നന്നായി, കാരണം നമുക്ക് നേരെ വിട്ടു പോവാം. ചില സമയത്ത് ഇത് ഓപ്പൺ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ 30 മൈലിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാവുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ റണ്ണിങ്ങിൽ തന്നെ മെഷർ ചെയ്യുന്ന മറ്റേ സ്കെയിൽ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി ഉള്ള ഒരു വേ സ്റ്റേഷനാണ്. കാരണം ഓപ്പൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മളെപ്പോഴും വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ടല്ലേ വണ്ടി ഓടിക്കാറുള്ളൂ. അതുപോലെ നമ്മുടെ വണ്ടിയുടെ അൺലോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പിക്കപ്പിൻ്റെ സമയത്ത് നമ്മൾ ട്രെയിലർ തുറന്ന് ലോഡ് കാണുന്ന പലരും നമ്മളോട് ചോദിക്കുന്നതാണ്, ഇത്ര കുറച്ച് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയൊരു വണ്ടി എടുത്തേക്കുന്നതെന്ന്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലോഡിൻ്റെ സൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഭയങ്കര സിവിയറായിട്ടുള്ള റൂൾസാണ്. കാരണം ഒരു ആക്സിലിൽ എത്ര വെയിറ്റാണ് കയറ്റാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഓവർ വെയിറ്റ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിലും ഓവർ ലോഡായിട്ടുള്ള വണ്ടികളാണെങ്കിലും ഒക്കെ, അതായത് ഓവർ സൈസ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിലും ഒക്കെ ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ്. കാരണം ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും ആ ലോഡിൻ്റെ അകത്തെ വെയിറ്റിനനുസരിച്ചായിരിക്കും ലോഡ്. ഇപ്പോൾ ചിലപ്പോൾ കാണാനൊന്നും കാണിയല്ല, പക്ഷേ അതിൻ്റെ വെയിറ്റ് നല്ല ഹെവി ആയിരിക്കും ഈ കല്ലൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച്.
അതുപോലെ തന്നെ വണ്ടിക്കകത്ത് ലോഡ് കുറവ് വരാനുള്ള വേറൊരു മേജർ കാര്യമാണ് ഈ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലോഡുകൾ കൊണ്ടുപോകുമ്പോഴേ അപ്പോൾ ഓരോ പാലറ്റും ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബോക്സുകളോ അല്ല അതിൻ്റെ അകത്തെ പ്രോഡക്ട്സോ ഒന്നും ഡാമേജ് വരാതെ, അതായത് ചളുങ്ങിപ്പോകാതെ അങ്ങനെ അല്ല നമ്മൾ സ്ട്രാപ്പോ കയറോ ഒക്കെ ഇട്ട് വലിച്ച് കിട്ടുമ്പോഴത്തേക്കും അത് ചുളുങ്ങിപ്പോകാതെയൊക്കെ, അതായത് പ്രോപ്പറായിട്ടുള്ള പില്ലോസൊക്കെ ഇടയ്ക്ക് വെച്ച് അത്രയ്ക്ക് സെറ്റപ്പായിട്ടായിരിക്കും ഓരോ വണ്ടിയും അതിൻ്റെ ലോഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഇത്രയും സൈസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇൻ കേസ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ലോഡുകൾ ഇരിക്കട്ടെ, അതൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിലും പുറകിലും ഓവർ സൈസ് ലോഡ് എന്നുള്ള പ്രത്യേക ബോർഡ് എഴുതി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിൻ്റെ സൈസിനനുസരിച്ച് പൈലറ്റ് വണ്ടി മുമ്പിലും പുറകിലും ഒക്കെ പോകണം എന്നുള്ള റൂൾസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു കിടുക്കൻ സൺറൈസ് ആണ് കേട്ടോ. പക്ഷേ മേഘം വന്ന് സൂര്യനെ മറച്ചേക്കുക, അതുകൊണ്ട് സൂര്യനെ നമുക്ക് കാണാനില്ല. എന്നാലും കൊള്ളാം, അടിപൊളി. ചിക്കാഗോ ഡൗൺ ഏരിയയിലേക്ക് പോകാനുള്ളവരിത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവേ. പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഇന്ത്യാന റൂട്ടിൽ പോയിട്ട് നേരെ ടൊറൻറ്റോയ്ക്കാണല്ലോ പോകേണ്ടത്, ഡിട്രോയിറ്റ്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ഈ 8 കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഇന്ത്യാനയും ക്രോസ് ചെയ്ത് മിഷിഗണി കയറി മിഷിഗണി കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇന്റർസ്റ്റേറ്റ് 94 എന്ന് പറയുന്ന റോഡാണ്. അപ്പം ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് സ്കെയിലുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 സ്കെയിലിൽ നമ്മൾ കയറി. പക്ഷെ അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ വെയിൻ മോഷൻ ആയതുകൊണ്ട് നമ്മൾ 30 മൈൽ പെർ അവറിൽ ഓടിച്ച് പോയാൽ മതി. അപ്പോൾ ഒരു ഡിസ്റ്റൻസോളം അവർ നമ്മൾ ഓടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വെയിറ്റ് നോക്കി അവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് നിന്ന് വിടും. അപ്പോൾ കയറിയാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി പോകും, ഒത്തിരി ഡിലേ ഇല്ല കേട്ടോ. അതുപോലെ വേണ്ട മിഷിഗണിലെ ഇലകളൊന്നും അങ്ങ് കൊഴിഞ്ഞിട്ടില്ല, മറ്റേ കളറ് മാറിയ ഇലകളല്ലാവേ. പക്ഷെ അതെല്ലാം അങ്ങ് അതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് കരിയിലകളായിട്ട് ഉണങ്ങി നിൽക്കുവാണ്. പക്ഷെ അത് പൊഴിഞ്ഞിട്ടില്ല, കാരണം തന്നെ കാണുമ്പോൾ ഒരു റിച്ച്നെസ് ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ കുറേ ചുള്ളിക്കമ്പ് മാത്രം പൊങ്ങി നിൽക്കണ കാണുമ്പോഴത്തേക്കും ഒന്നും ഒരു രസമില്ലാത്ത അവസ്ഥയായിപ്പോയി. പക്ഷെ എന്തായാലും ഇന്നലെയൊക്കെ നമുക്ക് അങ്ങനത്തെ വ്യൂ ആയിരുന്നല്ലോ നിറയെ. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഈ കരിയിലാണേലും അങ്ങനെ തന്നെ മരത്തെ നിൽക്കുന്നതുകൊണ്ട് ഒരു റിച്ച്നെസ് ഉണ്ട് കേട്ടോ. നേടെ നമ്മളിപ്പം ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒരു റെസ്റ്റ് ഏരിയ നിർത്തിയതാണ് മിഷിഗണിലുള്ള. ഇതൊക്കെയാണ് ആ റെസ്റ്റ് ഏരിയയുടെ ചുറ്റും പുറത്ത് നിന്നുള്ള കാഴ്ചകൾ. എന്തായാലും കൊള്ളാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തം ബോറാകുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിഷിഗണിലെ ഈ ഒരു ഏരിയയിലൊക്കെ ഇലകൾ ഇപ്പോഴും നല്ല വൈബ്രൻ്റ് ആയിട്ട് തന്നെ കുറേ മരങ്ങളിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു കളർഫുൾ ഫ്രെയിംസും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കാരണം ഞാൻ വേണ്ട മാക്സിമം നമ്മുടെ ഈ റെസ്റ്റ് ഏരിയയുടെ ചുറ്റും നടന്ന് വീഡിയോ എടുക്കുക. ഇതാണ് റെസ്റ്റ് ഏരിയ, ചെറിയൊരു റെസ്റ്റ് ഏരിയ. അകത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റുള്ള ജസ്റ്റ് വാഷ്റൂം മാത്രമേ ഉള്ളൂ, വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. പക്ഷേ ഇഷ്ടംപോലെ പാർക്കിങ്ങും വേണ്ട പിക്നിക് സ്പോട്ട്സും ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ട ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനും ആ ഒരു യാത്രയുടെ ക്ഷീണം മാറ്റി ഒരു പുറത്തെ ആംബിയൻസൊക്കെ എൻജോയ് ചെയ്യാനും, ഇനിയിപ്പം വല്ല ഫ്രഷായിട്ട് ബാർബിക്യോ ഗ്രില്ലോ ചെയ്ത് കഴിക്കേണ്ടവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും ഇങ്ങനെ വേണ്ട. ഇത് പെർമനൻ്റ് ആയിട്ട് ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നല്ല ഫ്രഷ് എയർ, യാത്രയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് എയർ എടുക്കാൻ പാകത്തിനുള്ള ആംബിയൻസ് ആണ് എല്ലായിടത്തും.
ഏട്ടാ ഇപ്പം നിങ്ങൾ ഈ ഫോളിൻ്റെ സമയത്ത് നിലത്ത് വീണ് കിടക്കുന്ന ഇലകൾ എന്തോരം ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും മരമാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും പുറമൊക്കെ ഉള്ള എന്നുണ്ടെങ്കിൽ എത്രമാത്രം വൃത്തികേടായിരിക്കും ഈ ഒരു സീസണിലല്ലേ. കാരണം ഇലയെല്ലാം വീണ് കഴിഞ്ഞിട്ടേ ഇതെല്ലാം കരിയില മാറി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ വാഷ്റൂംസൊക്കെ മാത്രമായിരുന്നെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം ഡിസ്പെൻസിങ്ങിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വേറെ സെപ്പറേറ്റ് ഹട്ട് പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബിൽഡിങ്ങിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരത് ഒരുമിച്ച് പണിയാതെ സെപ്പറേറ്റ് ആക്കി വെച്ചത്. അതാ നമുക്ക് അപ്പുറം ബേസിക് വാഷ്റൂം മാത്രമേ ഉള്ളതെന്ന് തോന്നിയത്. വേണ്ട, ഇതാണ് ആ 2 ബിൽഡിങ്സും കൂടെ ഉള്ളത്. ഈ ചെറിയ ഗ്ലാസ് ഇട്ട ഹട്ടിലാണ് നമ്മുടെ ഡിസ്പെൻസിങ് മെഷീൻസും കാര്യങ്ങളും എല്ലാം. വേണ്ട, ഭയങ്കര വലിയൊരു പാർക്കിംഗ് സ്പോട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കെട്ടിടങ്ങളുടെയൊക്കെ വലിപ്പം കുറവായിരുന്നെങ്കിലും വേണ്ട പാർക്കിംഗ് സ്പോട്ടൊക്കെ വലുതാണ്. എന്തായാലും ബ്രേക്കിന് നിർത്തിയല്ല. അപ്പോൾ ഫുഡ് കഴിക്കണതിന് മുമ്പ് നമുക്ക് കുറച്ച് പുഷപ്പും കൂടെ അടിച്ചിട്ട് ഫുഡും കഴിച്ച് വിട്ടു പോയേക്കാം. സോറി, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ നേരത്താണ് വേണ്ട നമ്മുടെ വണ്ടിയുടെ പുറകിൽ കണ്ട ഈ ചെടി കണ്ടത്. വേണ്ട, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിപ്പം നമ്മുടെ റോഡിൽ നിന്ന് ഈ ഒരു റെസ്റ്റ് ഏരിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന കർബും കാര്യങ്ങളുമാണ്. വേണ്ട, ഈ ഒരു ലൈനിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും കണ്ടോ, ഈ മരങ്ങളെല്ലാം ഈ ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ടോ ബെറീസ് ഉൾപ്പെടുന്ന ടൈപ്പ് ഒരു മരമാണ്. അപ്പോൾ എത്ര ഭംഗിയോടുകൂടി അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ നോക്കിക്കേ. കാരണം നമ്മൾ അപ്പുറേ പോയാൽ അതിൻ്റെ ആ പിക്നിക് ഏരിയയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ മഞ്ഞ കളറിലുള്ള ചെടികളായിരുന്നു, അല്ല ആ മഞ്ഞ ഇലയുള്ള പ്ലാന്റ്സ് ആയിരുന്നു മൊത്തം, ട്രീസ്. പക്ഷെ ഇവിടെയെല്ലാം ഈ പ്രത്യേക ബെറീസ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ട് ഇതെല്ലാം പൂത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ തന്നെ ഉച്ച കഴിഞ്ഞ് 2:15 ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ സാർണിയ ബോർഡറിലെത്തി കേട്ടോ. അപ്പോൾ സാർണിയിൽ നിന്ന് നമുക്ക് 100 കിലോമീറ്ററാണ് ലണ്ടൻ ഒന്റാറിയോയിലേക്കുള്ളത്. അപ്പോൾ ഇതേണ്ട ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോളും പരിപാടികളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വേണ്ട, ഇവിടുന്ന് ടോൾ അടച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ബ്രിഡ്ജ്, സാർണിയ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ ഇവിടുത്തെ പരിപാടികളൊക്കെ. ടോളും പരിപാടികളെല്ലാം നമ്മുടെ ഫാസ്ടാഗ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പോയി സാധനം തുറന്ന് നമ്മൾ നേരെ ഇപ്പോൾ ബ്രിഡ്ജിലേക്ക് കയറുവാണേ. വലിയ തിരക്കില്ലാതെ പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് തേണ്ട ഭയങ്കര തിരക്കാണ് കേട്ടോ, വണ്ടികളെല്ലാം ക്യൂ കിടക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ തിരക്കുണ്ടെങ്കിൽ അവിടെ മാക്സിമം ബൂത്തിൽ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനേ. അങ്ങനെ ബോർഡർ എല്ലാം സ്മൂത്ത് ആയിട്ട് ദൈവാനുഗ്രഹിച്ച് നമ്മൾ ക്രോസ് ചെയ്തത് നേരെ ലണ്ടൻ ഒന്റാറിയോ കേട്ടോ. ഇതൊക്കെയാണ് സാർണിയ എന്നുള്ള കാഴ്ചകൾ. സാർണിയയിലും മരങ്ങളിലെ ഇലകളൊന്നും പൂർണ്ണമായിട്ട് കൊഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ചെറിയ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഒന്റാറിയോയിലെ 402 എന്നുള്ള ഹൈവേയിലേക്കാണ്. അപ്പോൾ ഈ 402 നേരെ ചെന്ന് 401 മെർജ് ചെയ്യുന്നത് ലണ്ടൻ ഒന്റാറിയോയിലാണ്. വേണ്ടേ, നിങ്ങളിപ്പോൾ നമ്മുടെ ELDക്കകത്ത് ബൈപ്പാസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് കണ്ടോ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വലിയ സ്കെയിൽ വരുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്കെയിൽ കേട്ടോ. പക്ഷെ സ്കെയിൽ ക്ലോസ്ഡാണ്. അത് നമ്മുടെ ELDക്കകത്ത് ഓൾറെഡി ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ സ്കെയിലുകൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ള സാധനമൊക്കെ അപ്പോൾ അത് എന്നിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും, ബൈപ്പാസ് ചെയ്യണോ അല്ലെങ്കിൽ അത് എൻ്റർ ആണ് അല്ല ഓപ്പൺ ആണ് എന്നുള്ള കാര്യമൊക്കെ. അതാണ് നിങ്ങൾ നേരത്തെ ബൈപ്പാസ് കണ്ടത്. കാരണം നമ്മളിപ്പോൾ കവർ ചെയ്തത് ജസ്റ്റ് സാർണിയയിലെ സ്കെയിലാണ്. നമുക്ക് നമ്മുടെ ഈ റൂട്ടിൽ സാർണിയിൽ നിന്ന് ടൊറൻറ്റോ വരെയുള്ള റൂട്ടിൽ 2 മേജർ സ്കെയിൽസ് ഉള്ളത്. ഒന്ന് ഈ സാർണിയയിലുള്ളതും ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലണ്ടൻ സ്കെയിലും.
അപ്പോൾ ഇതെന്തായാലും ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ നേരെ വിട്ടു പോവാം. നമുക്ക് 94 കിലോമീറ്ററും കൂടെ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ളത്. അവിടെ ഡെലിവറി ചെയ്താൽ MG ആയിട്ടുള്ള ട്രെയിലറുമായിട്ട് നേരെ യാർഡ്, പിന്നെ ഹോം. അങ്ങനെ നമ്മളിപ്പോൾ ലണ്ടൻ്റെ ഡൗൺ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 402 എന്നുള്ള ഹൈവേന്ന് നേരെ 401ലേക്ക് മെർജ് ചെയ്തു. 402ഉം 401ഉം ലണ്ടൻ എത്തുന്നോടം വരെ 2 ലൈൻ മാത്രമുള്ള ഹൈവേ ആണ് വൺ സൈഡിലേക്ക്. അത് രണ്ടും മെർജ് ചെയ്തിട്ട് വേണ്ട ഇവിടെ മുതലാണ് 3 ലൈനുള്ള ഹൈവേ ആയിട്ട് 401 മാറുന്നത്. അപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിലേക്ക് 12 കിലോമീറ്റർ, ഇപ്പോൾ 11 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മളിവിടെ 7 കിലോമീറ്റർ കഴിയുമ്പോൾ വെറ്ററൻസ് മെമ്മോറിയൽ പാർക്ക് എന്ന് പറയുന്ന ഒരു റൂട്ടിൽ നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ടാണ് ഡെലിവറിക്ക് പോകുന്നത്. വൈകുന്നേരത്തെ ചെറിയ തിരക്ക് തുടങ്ങി കേട്ടോ. ഇപ്പോൾ 3:30 താമസിക്കുന്നു തോന്നുന്നു ടൊറൻ്റോ എത്തുമ്പോഴത്തേക്കും ട്രാഫിക് എല്ലാം കഴിഞ്ഞു. In 800 meters, turn left on Veterans Memorial Parkway. വേണ്ട നമ്മളിപ്പം ലണ്ടൻ ഒണ്ടാറിയോയിൽ നമുക്ക് സാധനം ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയേക്കുക കേട്ടോ. അത് ഇതാ വെയർ ഹൗസ്, സുഡേഷ്യ എന്നോ അങ്ങനെയാണ്ടോ അതിൻ്റെ പേര്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ. നമ്മൾ കൊണ്ടുവന്നേക്കുന്ന മറ്റേ ടെസ്ലയുടെ MT റാക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ബ്ലൂ സാധനങ്ങളെ പോലെ ഇരിക്കുവേ. അർജുൻ ഭായ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുക. അപ്പം അർജുൻ ഭായ് ഡോക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പറയാൻ നേരം നമുക്ക് ബാക്കപ്പ് ഇടാൻ കാര്യങ്ങളൊക്കെ. അർജുൻ ഭായ് വേണുണ്ടോ എന്നാ പറഞ്ഞാൽ നോക്കാം. എന്നാളെ പറഞ്ഞേ ഏതാ അത്രയോ? ആ ഓക്കെ സാർ. അപ്പോൾ നമ്മൾ ബാക്കപ്പ് ഇട്ടു. ഇത് ബമ്പർ ലോക്ക് ചെയ്തു. പിന്നെ ആ ഡോക്കിലേക്കുള്ള റാമ്പ് ഓൾറെഡി അവർ ഇട്ടു കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ലൈറ്റ് മാറി റെഡ് ലൈറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം തീർത്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. എൻ്റെ ഷിഫ്റ്റ് തീരാറായി. അപ്പോൾ നമുക്ക് അർജുൻ ഭായുടെ പ്രീ ട്രിപ്പും കാര്യങ്ങളും ഇട്ട് ഇവിടുന്ന് കഴിഞ്ഞപ്പോൾ അർജുൻ ഭായ് ആയിരിക്കും മിക്കവാറും വണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അർജുൻ ഭായ് തന്നെ പ്രീ ട്രിപ്പൊക്കെ ഇട്ട് വണ്ടി എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ട്രിപ്പ് എൻവലപ്പും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് എന്തോ ഒരു യാത്ര ചെയ്തു, അങ്ങനെ എക്സ്പെൻസ് എത്രയെന്നുള്ള ആദ്യമൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇന്ന് അർജുൻ ഭായുടെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ ദിവസമാണ് അർജുൻ ഭായുടെ ബർത്ത്ഡേ. എനിക്കറിയാം വീഡിയോ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും വരുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നിപ്പോൾ വൈകുന്നേരമായ ഇപ്പോൾ രാവിലെ മുതൽ അങ്ങനെ ജസ്റ്റ് ഒരു വിഷ് ചെയ്ത് നൈസായിട്ട് നിൽക്കുക. അപ്പോൾ അർജുൻ ഭായിനെ എല്ലാവരും ഫോണൊക്കെ വിളിച്ചും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിഷ് ചെയ്ത പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അർജുൻ ഭായിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 100 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ യാടെത്തി പിന്നെ വീട്ടിൽ പോകല്ലേ. അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഇവർ ലോഡ് ഇറക്കുന്ന സമയത്തിന് നമുക്ക് അത് കൊടുക്കാം. പുള്ളിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അർജുൻ ഭായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു മാൻ. താങ്ക്സ് ബ്രോ. അർജുൻ ഭായ് എത്ര വയസ്സായി? അർജുൻ ഭായ് 30 വയസ്സ്. വെൽക്കം ടു 30s ക്ലബ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, അടിപൊളി സാധനം. താങ്ക്സ് മാൻ. ഇട്ട് നോക്കുന്നോ? അപ്പോൾ വേണ്ട ഈ ഒരു എന്തായാലും വിൻ്റർ അല്ലേ, അപ്പോൾ ഈ ഒരു ഹുഡിയാണ് നമ്മളിപ്പോൾ അർജുൻ ഭായ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ സിമിലർ തന്നെ ഒരു ഹുഡി എനിക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു അർജുൻ ഭായ്. നമ്മുടെ ഓൾ ഓഫ് ദ ഹൈവേ ലോക്സ് ഫാമിലി ഒത്തിരി പേര് വിഷ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ അർജുൻ ഭായിനെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. നമ്മുടെ പ്രൊഫൈലിലാണെങ്കിലും വന്ന് അർജുൻ ഭായിക്ക് ആശംസകൾ അറിയിച്ച എല്ലാവരോടും
എല്ലാവരുടെയും ആശംസ അർജുൻഭായിനെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. വേണ്ട, അപ്പം നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞിട്ടോ. അർജുൻഭായി ട്രക്ക് വലിച്ചിടുവാണ്. നമുക്ക് പോയി പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കിട്ടിയേ. ഇത് നമുക്ക് നമ്മുടെ ഡിസ്പാച്ചിന് അയച്ചു കൊടുത്ത് നമുക്ക് നേരെ വിട്ടു പോവാം. അതാണ്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 നല്ല നല്ല വെയർ ഹൗസുകൾ നിങ്ങൾ കണ്ടല്ലോ. നല്ല അടിപൊളി വെയർ ഹൗസ് ആയിരുന്നു. അതുപോലത്തെ 2-3 വെയർ ഹൗസുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാണിത്. ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ടൊറൻറ്റോ ഡൗൺ ടൗണിൽ എത്തി കേട്ടോ. ഇതിപ്പോൾ ടൊറൻറ്റോ ഡൗൺ ടൗണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഹൈവേ 401-ലാണുള്ളത്. ഇവിടുത്തെ സ്ഥിതി എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ. എന്തോരം തിരക്കാൻ നോക്കിക്കേ. ഇപ്പം നമ്മൾ പോകുന്നത് 401 എക്സ്പ്രസ്സിലാണ്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതാണ് 401 കളക്ടേഴ്സ്. എക്സ്പ്രസ്സും കളക്ടേഴ്സും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. കാരണം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ അർജുൻഭായി ഇങ്ങനെ വീട്ടിൽ പോകാനുള്ള തിരക്കിൽ അക്ഷമനായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യയുടെ വക ബർത്ത്ഡേ സ്പെഷ്യൽസൊക്കെ. എന്നാ അർജുൻഭായി ഭാര്യ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടാക്കുന്നേ? സർപ്രൈസ് ആണ് കേട്ടോ. നമ്മുടെ അർജുൻഭായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അർജുൻഭായിയുടെ കേട്ടോ. എന്റെ ഈശോയെ, അതും 30ാമത്തെ വയസ്സ്. എന്നാ വേണം? നമ്മളൊക്കെ ഇപ്പൊ ഒരു ഗ്യാങ് അല്ല അർജുൻഭായി? അങ്ങനെ 6:45 ആയപ്പോഴത്തേക്കും നമ്മൾ യാർഡിലെത്തിട്ടോ. ഓൾറെഡി നന്നായിട്ട് ഇരുട്ടി. ഇനിയിപ്പോൾ ട്രെയിലറും ട്രക്കും എല്ലാം പാർക്ക് ചെയ്ത് വീട്ടിൽ പോകാന്നുള്ളതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അവിടെ കാണുമല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു കാലിഫോർണിയൻ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തീരുകയാണ്. അപ്പം പുതിയ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മളെ മെസ്സേജ് അയച്ചും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. നമ്മുടെ നീനൂസ് നമ്മളെ പിക്ക് ചെയ്യാൻ എത്തിക്കഴിഞ്ഞു.